6 മണിക്കൂറിൽ 24 കിലോമീറ്റർ ചുറ്റളവിൽ 3 വീടുകളിലായി 5 മനുഷ്യരെ അടിച്ചടിച്ച് കൊന്നു. 6 പേരുടെ മരണവും ഏതാണ്ട് സ്ഥിരീകരിക്കും. 5 മരണം സ്ഥിരീകരിച്ചു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയാം, ശരിക്കും നിങ്ങൾക്ക് എന്താ തോന്നി? എന്നത്തെയും പോലത്തെ ഒരു ന്യൂസ് അല്ലേ, 1-2 ദിവസമൊക്കെ നന്നായിട്ട് ചർച്ച ചെയ്യും, അത് കഴിഞ്ഞു പുതിയൊരു ന്യൂസ് വരും. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതേ സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടും കേട്ടും ഇരുന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് ന്യൂസുകളിൽ കണ്ടു, ലഹരിയാണ്, അവൻ ലഹരിക്ക് അടിമയാണ്, ലഹരിയാണ് അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്നൊക്കെ. പക്ഷെ എനിക്ക് 100% ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ലഹരി മൂത്തിട്ടാണ് ആളിങ്ങനെ ചെയ്തിട്ടുള്ളത്. മറ്റൊരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. ഇപ്പം നിങ്ങൾ പുതിയ പുതിയ മൂവീസും സിനിമകളും കണ്ടിട്ടില്ലേ, എന്താ അതിലൊക്കെ കാണിക്കുന്നത്? മുഴുവൻ വയലൻസ് ആണ് അല്ലേ. ഒരു പൂ പറിക്കുന്ന പോലെയാണ് ആൾക്കാരെ കൊല്ലുന്നതിൽ കാണിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒരു മൂവി കണ്ടു, അതിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും അവർ ജീവിക്കുന്നതൊക്കെ ഒരു ന്യൂ ജനറേഷനിലുള്ള ഒരു പുതിയ തലമുറയുള്ള ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയാളത് ഇൻസ്പയർഡ് ആവും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ പിന്നെ എന്നെ തിരഞ്ഞിറങ്ങുവാണ്. അന്ന് പിന്നെ എത്രയും ഫോണിൻ്റെ യൂസ് അത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രാത്രിയിൽ നൈറ്റ് ലൈഫാണ് അല്ലേ, രാത്രിയിലാണ് പുറത്തു പോകുന്നത്. എവിടെയാണ് പോകുന്നത്, എന്താ പോകുന്നത്, എത്ര പേർക്ക് അറിയാം? നിങ്ങളുടെ മക്കൾ എവിടെയാണ് പോകുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അവർ പലപ്പോഴും പറയും ഞാൻ രാത്രി പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോവാണ്, സിനിമയ്ക്ക് പോവാണ്. ഇവർ ശരിക്കും സിനിമയ്ക്കും ഭക്ഷണം കഴിക്കാനും തന്നെയാണ് പോകുന്നത്. ഞാൻ പാരൻസിൻ്റെ മോശം കൊണ്ടാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതും ഒരു ഘടകമല്ലേ. ഇതിലൊക്കെ ഉപരി വീണ്ടും വീണ്ടും ഇതേ തെറ്റുകൾ പല രീതിയിലും ആവർത്തിച്ചിട്ടും നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ സർക്കാർ, അവരെല്ലാം ഒരു ആക്ഷൻ എടുക്കേണ്ടത്. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇതെല്ലാം നടക്കുന്നത് ഇന്ത്യയിലാണ്. മുന്നേ ഉണ്ടായിരുന്നു അല്ലേ, ഉമ്മനെ കൊന്നു, ലഹരി കഴിച്ചിട്ട് കുടുംബക്കാരെ കൊന്നു, കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു. ഇപ്പോൾ റീസെൻ്റ്ലി കോളേജ് പിള്ളേർ ടോയ്ലറ്റിൽ മുക്കി, അതുപോലെ തന്നെ പൊക്കിളിനും ചുറ്റും കോമ്പസ് കൊണ്ട് വരച്ചു. ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും അറിഞ്ഞിട്ടും എന്തു മാറ്റമാണ് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റിയത്? അത് ഇപ്പോഴും നമ്മുടെ സർക്കാരിനോ നമ്മുടെ ഭരിക്കുന്ന ആളുകൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ പരാജയം അവിടെയല്ലേ. എങ്ങനെ നമ്മൾ ഇവരെ കുറ്റം പറയും? ആദ്യം മാറേണ്ട ഇതൊക്കെ അല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കൊല്ലുന്നവൻ അറിയുന്നില്ല എന്തിനാണ് കൊല്ലുന്നത്, ഈ കൊല്ലപ്പെട്ടവർക്കും അറിയില്ല എന്തിനാണ് ഞാൻ കൊല്ലപ്പെട്ടത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരൊറ്റ കാര്യം ചെയ്യാനുള്ളൂ, ഈ സർക്കാരും സംഘടനകളും ക്ഷേത്ര മഹല്ല് പള്ളി കമ്മിറ്റികളും പിന്നെ മനുഷ്യത്വം ചോരാത്ത മനുഷ്യന്മാരും ഈ ഒരു മുടിഞ്ഞ കാലത്തോട് ഇനിയും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഈ കേരളം ഒരു ഭ്രാന്താലയമായിട്ട് മാറും.